ആ സീസൺ തകർക്കുക. ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അയാള് രണ്ട് പെണ്ണുങ്ങളെ വലിച്ചു കയറ്റാൻ പറഞ്ഞാല് ശബരിമലയെ അത് സമ്മതിച്ചില്ല. അന്ന് മുതൽ അയാൾക്ക് ശബരിമല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വൈരാഗ്യമാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല, മോശമാണ്. ഏതായാലും ആരുടെ കയറി അയാൾ എന്ത് കയറി നടന്നാലും ദൈവത്തിന് ശാപമാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരിമണി ഒന്ന് കൊറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം. ഈ അവസ്ഥയാണിപ്പോൾ കേരളത്തിലേത്. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെ ഏറ്റവും വലിയ ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനെ ഇന്നേ വരെ കാണാത്ത തരത്തിലുള്ള കടക്കെണിയിൽ കൊണ്ടാക്കിയതും ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ തന്നെയാണ്. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ തുകയില്ല, സിവിൽ സപ്ലൈസിൽ സാധനങ്ങളില്ല, സബ്സിഡി സാധനങ്ങൾ പോലും സാധാരണക്കാരന് കിട്ടാത്ത അവസ്ഥയിൽ, നവകേരളം എന്നുള്ള പേരിൽ കോടിക്കണക്കിന് രൂപയുള്ള വാഹനം വാങ്ങിച്ച് തുലച്ചു. ഇനി ഇതാ നമ്മുടെ മുഖ്യന് കാരണഭൂതന് സഞ്ചരിക്കാൻ ഒരു കാരവാൻ കൂടി വരുന്നു. ഇതാ മുടിച്ച് തേച്ച് കഴുകുകയാണ് കേരളത്തെ. ഇതേക്കുറിച്ച് ഞങ്ങളുടെ പ്രതിനിധി അഭിലാഷ് PC ജോർജുമായി സംസാരിക്കുകയുണ്ടായി. PC ജോർജിൻ്റെ പ്രതികരണത്തിലേക്ക്. സർ, നവകേരള സദസ് യാത്ര കഴിഞ്ഞു, ഒരു ബസ് വാങ്ങിയത്, അടുത്ത വീണ്ടും പറഞ്ഞു മുഖ്യമന്ത്രി കാരവൻ. അതായത് പോകുമ്പോൾ എല്ലാം പരാതി വണ്ടിക്കകത്ത് നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. അതായത് പറഞ്ഞാൽ കൂടിപ്പോകും. അത് എല്ലാ പത്രത്തിലും ഈ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുപ്പിച്ചിരിക്കുക. ADGP ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ കാരവൻ വാങ്ങാൻ. എല്ലാ പത്രത്തിലും സത്യമായിട്ട് വല്ല ബന്ധമുണ്ട്? ഇയാളെ തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ADGP കൊണ്ട്, ADGP ഇയാള് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കണം. ADGP അയാളെ കൊണ്ട്, അയാള് ഒരു ഐഡിയ യോഗ്യതയില്ലാത്തതാണ്. ഇങ്ങനെ എത്ര പ്രാവശ്യം അയാളെ പിടിച്ച് ഈയുടെ സ്വന്തം സൗകര്യം കയറ്റി വെച്ചിരിക്കുകയല്ലേ. അയാളെ കൊണ്ട് ഇയാള് പറഞ്ഞിട്ട് കാരം വാങ്ങാൻ വേണ്ടി ഒരു പ്രപ്പോസൽ അയാൾ സമർപ്പിച്ചിരിക്കുക. അതിപ്പോ ഒരു കുറെ ലക്ഷങ്ങൾ അങ്ങ് നമുക്ക് കേരള സർക്കാരിന് പോകും. കേരള സർക്കാരിന് പോകുന്നത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ പോകും. ഇവിടത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇനി ഇപ്പൊ ക്രിസ്തുമസ് സമയമാണ്. ക്രിസ്തുമസ് 25 തീർന്നു. എന്നിട്ട് ഇന്നിപ്പോ 28 8-ാം തീയതി ആയിട്ടും സിവിൽ സപ്ലൈസിൽ സാധനങ്ങൾ ഇന്നും നാളെയായിട്ട് വരുമെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ എന്ത് മര്യാദയാ? അഥവാ ക്രിസ്തുമസിനോടുള്ള പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എല്ലാവർക്കും മനസ്സിലായി. ശബരിമല തീർത്ഥാടനമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്ന് ഉച്ചയ്ക്ക് നടയിറക്കിയ. ഈ നടയിറക്കി ഈ കഴിഞ്ഞ ഈ 31 ദിവസം കൊണ്ട് എന്തോ ഉണ്ടായി? അങ്ങോട്ട് തിരിഞ്ഞു കയറിയോ? ഒരു ദേവസ്വം മന്ത്രിയുടെ അയാള് ശബരിമല സീസൺ ആരംഭിച്ച് 18-ാം ദിവസമാണ് അവിടെ ശബരിമലയിലോട്ട് തിരിഞ്ഞു പോകുന്നത്. പണ്ട് കാലത്ത് എങ്ങനെ? നേരത്തെ ഞാനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ MLA ആയിരുന്നാണ്, എനിക്കറിയാമല്ലോ. മുഖ്യമന്ത്രി നേരത്തെ പമ്പയിൽ കോൺഫറൻസ് വിളിച്ചു കൂട്ടും. ആ കോൺഫറൻസിനകത്ത് MLA മാത്രമല്ല, പീരുമേട്, റാന്നി, പിന്നെ പൂഞ്ഞാർ, ഇവിടുത്തെ 3 പേരെന്നുള്ള MLA കുന്തോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവിടെ വെച്ചൊരു തീരുമാനം എടുത്ത ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സീസൺ നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി പേട്ടയിട്ട് തുടങ്ങാൻ പോവാ. പേട്ടയിട്ട് കിടക്കുന്ന എവിടെയാ? നമ്മുടെ ഈ എരുമേലിയുടെ പ്രാധാന്യം എന്താ? വാവര് പള്ളിയാ. അവിടെ MLA നേതൃത്വം വിളിച്ചു കൂട്ടും. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു കൂട്ടിയിട്ടുള്ള അവിടെ വാവര് പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളും ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഉദ്യോഗസ്ഥന്മാരും ത്രിതല പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ വിളിച്ചു കൂട്ടി എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് കൺവീനറാക്കി അതിന്റെ ചെയർമാനായിട്ട് നമ്മുടെ പള്ളി പ്രസിഡന്റിനെ വെച്ച് ഈ മണ്ഡലകാലം കഴിഞ്ഞാൽ ഉടനെ തന്നെ പണി മുടക്കും. അവിടെ ഇപ്പൊ വരാൻ പോവാ. എത്രയോ പ്രധാനപ്പെട്ട വരുന്ന ദിവസം. ഇനി 1-ാം തീയതി ഇപ്പൊ തുടങ്ങാൻ പോവാ. 30-ാം തീയതി ഇപ്പൊ ഈ 1-ാം തീയതി തുടങ്ങിയാൽ 20 ദിവസത്തേക്ക്, മനസ്സിലായില്ലേ, മകരവിളക്ക് സീസണാ. ആ സീസൺ തകർക്കുക. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇത് എന്താ ഇങ്ങനെ ചെയ്യുന്നേ? അയാളെ രണ്ട് പെണ്ണുങ്ങളെ വലിച്ചു കയറ്റാൻ പറഞ്ഞാല് ശബരിമലയെ അത് സമ്മതിച്ചില്ല. അന്ന് മുതൽ അയാൾക്ക് ശബരിമല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി വൈരാഗ്യമാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ചെയ്യാൻ പാടില്ല, മോശമാണ്. ഏതായാലും ആരുടെ കയറി അയാൾ എന്ത് കയറി നടന്നാലും ദൈവത്തിന് ശാപമാണ്.
ഒന്ന് ആലോചിച്ച ഇന്ന് വരെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിമാർക്ക് ഇതുകൊണ്ട് ചെയ്തിട്ടുണ്ടായിട്ടോ? ഇതിന് ശബരിമലയ്ക്ക് തൊഴിലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് വന്നതിന് ശേഷം ഒരു ദിവസം മനസ്സമാനത്ത് ഉറങ്ങാൻ പിണറായിക്ക് പറ്റിയിട്ടുണ്ടോ? ആശുപത്രി അമേരിക്കയിൽ പോയി 72 ലക്ഷം രൂപ പോയി, ആളും പെമ്പിളെ കൂടെ പോയി, എന്നാ കിട്ടി? എന്നിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഒരു 15 അടി അടുത്ത് ഒരു മനുഷ്യവരായി സമ്മതിക്കില്ല. എന്നാ കാര്യം? ഇൻഫെക്ഷൻ ഉണ്ടാവും, ഇൻഫെക്ഷൻ വിട്ട് ഉടനെ ചാവുന്ന ഒരു രക്ഷയില്ലെന്ന്. ഒരു മാനസിക രോഗിയെ മാറിയിരിക്കുന്ന മുഖ്യമന്ത്രി. ഈ നാടിന്റെ കഷ്ടകാലം എന്ത് പറയാനാ? ശബരിമലയിൽ 18 കോടി രൂപയുടെ വർധനവുണ്ട് കഴിഞ്ഞ വർഷത്തെ തണുത്ത് പറയുന്നത്. ഈ പൈസ ഉപയോഗിച്ചാണോ ഈ കാരവനൊക്കെ വാങ്ങുന്നത്? അതെന്നെ നമ്മളെ എനിക്ക് നട്ടം വല്ലതുണ്ട്. വിശ്വാസത്തിന് കാശുമാ കിട്ടുന്ന നേരത്ത് കാരവനും കുരവനും ഒക്കെ മേടിക്കുകയാണ്. ഞാൻ ഒന്ന് ആലോചിച്ചാൽ എനിക്ക് പേടിയാണ്. ഇത്ര ഭീരുമായ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്ര ഭീരു കോടിയിൽ മുടക്കിയ ഒരു കാറുണ്ട്, കറുത്ത കാറ് പുള്ളിക്ക്. കറുത്ത കാറെ കയറി കറുത്ത നിറഞ്ഞുണ്ടായി ബോധക്കേട് വരും. പിന്നെ ഈ ഒരാളുടെ മരിച്ച വീട്ടിലോട്ട് ചിലപ്പോൾ മരിച്ചിരിക്കുക, അവിടെ കാറ് നിർത്തി ആ കരിങ്കുട അഴിച്ചു മാറ്റാൻ പറഞ്ഞു. കരിങ്കുട അഴിച്ചു മാറ്റി അയാൾ അങ്ങോട്ട് പോയത്. ഒരു മാനസിക രോഗിയാണ് നിങ്ങളത്. മാനസിക മുഖ്യമന്ത്രിയായിട്ടിരിക്കും. നാണക്കേട കേരളത്തിൽ. അല്ല, ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിച്ച് മുഖ്യമന്ത്രിനെ എങ്ങനെ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലും? വോട്ടയച്ചോണ്ട് ഇനി വോട്ട് ചോദിക്കാൻ പറ്റുന്നില്ലോ. സുധാകരൻ മന്ത്രി, മുൻ മന്ത്രി സുധാകരൻ, അത് വളരെ കറക്റ്റ് ആളാ. കേരളം കണ്ട ഏറ്റവും നല്ല പീഡപിടി മന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞല്ലോ ഒന്നും ശരിയല്ലെന്ന്. പിന്നെ നമ്മുടെ LDF കൺവീനറും പറഞ്ഞല്ലോ ശരിയല്ല. അത് ഒരുമാതിരി എല്ലാവരും തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് വലിയ താമസമില്ലാതെ. അതിനിപ്പോ അയാൾ സ്വർഗം തന്നെ അയക്ക് കാണുകയില്ല കേട്ടോ. അടി നരകത്തിൽ പോവും ചോദിച്ചു. ഇപ്പൊ വീണ്ടും മുഖ്യമന്ത്രി പരാതികൾ പരിഹരിക്കാനാണ് കേരവൻ മാന്നെന്ന് പറയണത്. ആ വണ്ടിക്കകത്തിരുന്ന് മുഖ്യമന്ത്രി പരാതി പരിഹരിക്കാന്ന്. എങ്ങനെയെന്ന് ട്രാൻസ്പോർട്ട് ബസ്സുകൾ എയർ കണ്ടീഷൻ ചെയ്ത് കോടികൾ മുടക്കി ബസ് ഉണ്ടാക്കിയിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വന്നിട്ട് ഒരു ഒറ്റയാളെ കണ്ടില്ല അയാള്. പിണ്ടാൻ തയ്യാറായത് ആകെപ്പാടെ ചെയ്ത് രാവിലെ ദോശയും മുട്ടറോസ്റ്റും. അതിനൊരു 10-200 പേരെ വിളിക്കുക, അവിടുത്തെ സമ്പന്നന്മാരെയും വലിയ മേലാളന്മാരെയും. ഈ പെരുവാക്കിയെടുത്ത മുഖ്യമന്ത്രിയാക്കിയതാണ് ഇവിടുത്തെ മേലാളന്മാരാണ്. പാവപ്പെട്ട തൊഴിലാളിയുണ്ട്, ചവിട്ട് തൊഴിലാളി, ചെറുകിട കച്ചവടക്കാരനും പാവം ചെറിയ തൊഴിലാളി. അവർ ഒരെണ്ണത്തിനെ വിളിക്കില്ല. അവരൊക്കെ റോഡിൽ നോക്കി നിന്നോണം. ഈ ഒരു കൈപൊക്കിക്കാണ് പോകുന്നത് കാണുമ്പോൾ കൈ കൂപ്പി നിന്നോണം. അതാ രസം. രാജാവിനെ കാണുമ്പോ പിന്നെ രാജാവല്ലേ, രാജാവ് കടന്നു വരികയല്ലേ, ആ രാജാവിനെ കൈകൂപ്പി തൊഴുതു നിന്നോണം. എന്ത് ചെയ്യാനാ ദൈവം, ഇതൊക്കെ കാണേണ്ടി വന്നല്ലോ എന്ന് ഞാൻ ഓർക്കുന്നു. ഓക്കെ, ഒരുപാട്